കാർത്തിക, രോഹിണി, മകയിരം, ചിത്തിര, ചോതി, വിശാഖം, തിരുവാതിര, പുണർദം എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഈ അടുത്ത കാലത്തൊന്നും സംഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില സുപ്രധാനമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ മാർച്ച് മാസം 21-ാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത്. അതായത് ജ്യോതിഷപരമായി സംഭവിക്കുന്ന ഓരോ മാറ്റങ്ങൾക്ക് പിന്നിലും നിങ്ങളുടെ നക്ഷത്രത്തിനും രാശിക്കും സമയത്തിനും അനുസരിച്ച് പല വിധത്തിലുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും കാത്തിരിപ്പുണ്ട് എന്നതാണ് മറഞ്ഞിരിക്കുന്ന ഒരു സത്യം. എന്നാൽ ഒരു പക്ഷേ ഈ ഒരു കാരണം കൊണ്ടാണ് ജീവിതത്തിൽ പലപ്പോഴും ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നതിനെ പറ്റി പലരും മനസ്സിലാക്കുന്നുണ്ടാവില്ല. നേരെ മറിച്ച് എപ്പോഴും ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമാണ് എന്നത് മാത്രം ചിന്തിക്കുകയും നല്ല സമയം എന്നതിനെ പറ്റി പാടെ മറക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ അധ്യായം കാണുന്ന പല വ്യക്തികൾക്കും നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുവാൻ പോകുന്നത് എന്ന് ചിന്തിച്ചാൽ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ താളം തെറ്റുന്ന തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പോൾ ഇതിൽ ചിലരുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് നിങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും വളരെ വ്യക്തമാണ് എന്നതാണ് വാസ്തവം. ഏറ്റവും പ്രധാനമായി ഈ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഈ മാർച്ച് 21-ാം തീയതി ശനിയാഴ്ച വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ കാരണമാകുന്നത് നിങ്ങളിൽ തെളിയുന്ന ശിവയോഗം കൊണ്ടാണ്. അപ്പോൾ ഈ ശിവയോഗം സിദ്ധിക്കുന്ന മാർച്ച് 21-ാം തീയതി ശനിയാഴ്ച തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ മാർച്ച് 21-ാം തീയതി ശനിയാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ശിവയോഗം കൊണ്ട് നിലവിലുള്ള ജീവിതത്തിലെ പല സാഹചര്യങ്ങളിൽ നിന്നും എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ്. നിലവിലുള്ള സാഹചര്യം എടുത്തു നോക്കുമ്പോൾ ഇടവം രാശിക്കാരായിട്ടുള്ള ഈ 3 നക്ഷത്രക്കാർക്കും ജീവിതം എന്ന് പറയുന്നത് അത്രയ്ക്ക് സുഖകരമായ ഒരു അനുഭവമായിട്ടല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് ജീവിതത്തിൽ എന്തൊരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചാലും അവിടെയെല്ലാം പല വിധത്തിലുള്ള പ്രതിസന്ധികളും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനാൽ ഏതൊരു മനുഷ്യനായിരുന്നാലും മനസ്സിന് മടുപ്പ് അനുഭവപ്പെടുകയും ജീവിതത്തോടുള്ള പ്രതീക്ഷ തന്നെ ഇല്ലാതാവുകയും ചെയ്യും എന്നത് കൈപ്പേറിയ ഒരു സത്യമാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു ദുരവസ്ഥയിലൂടെ ഇന്ന് ഈ അധ്യായം കാണുന്ന കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിയിൽ പിറന്ന പല ആളുകൾക്കും കടന്നു പോകേണ്ടി വരുന്നത്, അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചു നോക്കിയാൽ അത് വളരെ ചുരുക്കമാണ് എന്നതാണ് സത്യം. അപ്പോൾ അത്തരത്തിൽ ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കുവാൻ പോലും കഴിയാത്ത തരത്തിൽ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങൾക്ക് പുറകെ മാത്രം നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഇടവം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ മാർച്ച് 21-ാം തീയതി ശനിയാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ശിവയോഗം അവിശ്വസനീയമായ ചില നേട്ടങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനിക്കുവാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായി ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിയിൽ പിറന്ന പല വ്യക്തികളും ജീവിതത്തിൽ നിലവിൽ വളരെയധികം ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നത് ഒരു സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ പാതി പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പറയുന്നത് തന്നെ കടബാധ്യതകളും കാര്യതടസ്സങ്ങളുമാണ്. എന്നാൽ ഈ ശിവയോഗം നിങ്ങളിൽ ഭാഗ്യമായി തെളിയുന്നതോടെ
ഇടവം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിൽ നിന്നും ഒരു വിജയകരമായ ഫലം ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും ഇരട്ടി ലാഭം പല കാര്യങ്ങളിൽ നിന്നും ഉണ്ടാകുവാനും പോകുന്ന ഭാഗ്യസമയമാണ് വന്നെത്തുന്നത്. ഒപ്പം തന്നെ ഇതിൽ പല ഇടവം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും ഈ മാർച്ച് 21 തീയതി ശനിയാഴ്ച ചില പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടിയുള്ള എന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിച്ചെടുക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സമാധാനം ഇല്ലാതാക്കിയിരുന്ന ചില പ്രശ്നങ്ങളെ പരിഹാരത്തിലേക്ക് എത്തിക്കുവാനുമുള്ള യോഗവും കാണുന്നുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി പറയാനാണെങ്കിൽ ഇന്ന് ഈ അധ്യായം കാണുന്നതിൽ ചില കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർ ഒരു വസ്തു വിൽപ്പനയ്ക്ക് വേണ്ടി വളരെയധികം ശ്രമിക്കുകയും അതിന് പിന്നാലെ വളരെയധികം സമയം ചിലവഴിക്കുകയും ചെയ്തെങ്കിലും ആ ഒരു കാര്യത്തിൽ നിലനിൽക്കുന്ന തടസ്സം മാറുന്നതേയില്ല. എന്നാൽ ഈ മാർച്ച് 21 തീയതി ശനിയാഴ്ച നിങ്ങളിൽ ശിവയോഗം ഭാഗ്യമായി തെളിഞ്ഞതിനു ശേഷം ഉടനടി ആ ഒരു പ്രതിസന്ധി ഇല്ലാതാവുകയും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നിങ്ങളുടെ വസ്തുവിൻ്റെ വിൽപ്പന നടത്തിയെടുക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഒപ്പം തന്നെ ആ ഒരു വസ്തു വിൽപ്പന നടന്നു കിട്ടുന്നതിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ പൂർത്തീകരിച്ചെടുക്കുവാൻ ആഗ്രഹിച്ചത് ആ കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള ഭാഗ്യം നിങ്ങളിൽ വളരെയധികമാണ്. ഇനി ഈ ശിവയോഗം എന്ന് പറയുന്നത് ഇടവം രാശിക്കാരിൽ വളരെ വലിയ രീതിയിലുള്ള ശുഭകാര്യങ്ങൾക്ക് കാരണമാകുന്ന ഒരു യോഗവും കൂടിയായിട്ടാണ് കാണപ്പെടുന്നത്. അതിനാൽ തന്നെ ഇതുവരെ വിവാഹ തടസ്സമൊക്കെ അനുഭവിച്ചു വന്നിരുന്ന കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാർക്ക് ആ തടസ്സങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയുകയും നിങ്ങളുടെ വീടുകളിൽ ഏറ്റവും മംഗളകരമായ ചില കാര്യങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുവാനും പോകുന്ന ശുഭസമയവും കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഇടവം രാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കൾക്കും ഈ സമയത്ത് സന്തോഷിക്കാം. ഇനി അതുമാത്രമല്ല, ഈ മാർച്ച് 21 തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് ഇടവം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് മികച്ച ആരോഗ്യസ്ഥിതിയും പോസിറ്റിവിറ്റിയും അനുഭവത്തിൽ വരുന്ന ഒരു ദിവസവും കൂടിയായിരിക്കും. ഒപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും സാധിച്ചു തരുവാനായി തെളിയുന്ന ഒരു ഭാഗ്യയോഗം കൂടിയാണ് ശിവയോഗം എന്നത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇനി രണ്ടാമതായി ഈ മാർച്ച് 21 തീയതി ശനിയാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ശിവയോഗം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. തുലാം രാശിയിൽ പിറന്ന ഈ 3 നക്ഷത്രക്കാരുടെ നിലവിലുള്ള ജീവിത സാഹചര്യങ്ങളെപ്പറ്റി കാണുന്നതനുസരിച്ച് നിങ്ങൾ മനസ്സമാധാനം തീരെയില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 100-ൽ 100% ആളുകളല്ലെങ്കിലും ഒരു ബഹുഭൂരിപക്ഷം ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരും ഓരോ ദിവസവും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. മാത്രമല്ല, നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ദുരിതങ്ങൾ കൊണ്ട് എന്തുകൊണ്ടാണ് ഭഗവാനെ എനിക്ക് മാത്രം ഇങ്ങനെയൊരു ജീവിതം തന്നത് എന്ന് സ്വയം പഴിക്കുകയും ഈശ്വരനെ പോലും ചോദ്യം ചെയ്യുകയും ചെയ്യേണ്ട ദുരവസ്ഥയാണ് പലർക്കും ഉള്ളത്. എന്നാൽ നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധികൾ കൊണ്ടും ദുരിതപൂർണമായ അനുഭവങ്ങൾ കൊണ്ടും പൊറുതിമുട്ടി ജീവിക്കുന്ന ഒരു തുലാം രാശിയിൽ പിറന്ന വ്യക്തിയാണെങ്കിലും ഈ ശിവയോഗം നിങ്ങൾക്ക് ഒട്ടനവധി ഭാഗ്യങ്ങളുമായാണ് നിൽക്കുന്നത് എന്നത് ഫലത്തിൽ വ്യക്തമാണ്. ഇതിൽ ഈ ശിവയോഗം തെളിയുന്നതിലൂടെ ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാർക്ക് ഏറ്റവും അധികം നേട്ടങ്ങൾ സാമ്പത്തിക മേഖലയിൽ തന്നെയാണ് ഉണ്ടാകുവാൻ പോകുന്നത്. എന്നാൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും 1000 രൂപ പോലും കയ്യിൽ തികച്ചെടുക്കുവാനില്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. എന്നാൽ നിങ്ങളുടെ ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥകളെ നിങ്ങൾ പോലും മറന്നു പോകുന്ന തരത്തിലുള്ള ചില ധനവരവുകൾ
ഈ മാർച്ച് 21 ശനിയാഴ്ചയോടെ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാം. ഇത് പണമായി മാത്രമല്ല, ചില തുലാം രാശിക്കാർക്ക് കുടുംബ സ്വത്തിൻ്റെ ഭാഗമായുള്ള എന്തോ ഒരു സമ്പത്ത് സ്വന്തമാക്കുവാനും കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വിഹിതം കൈപ്പറ്റുവാനുമുള്ള ഒരു യോഗവും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വസ്തുതർക്കം, വസ്തുവിൽപ്പന നടക്കാത്ത അവസ്ഥ എന്നിങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ദുരവസ്ഥകൾ അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമായാണ് ഈ സമയം കാണപ്പെടുന്നത്. ഇനി ഇതിനു പുറമെ തന്നെ ഈ ശിവയോഗം സിദ്ധിക്കുന്ന മാർച്ച് 21 ശനിയാഴ്ച തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് തുലാം രാശിക്കാർക്ക് വളരെ പോസിറ്റീവായ ചില അനുഭവങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നത്. അതായത് ഇന്നേ വരെ നിങ്ങൾക്ക് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് അനുഭവത്തിൽ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ചില നേട്ടങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകും. പ്രത്യേകിച്ച് നിങ്ങളുടെ കഴിവ് മറ്റുള്ളവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ വിനിയോഗിക്കുവാനുള്ള ചില അവസരങ്ങൾ തുലാം രാശിയിൽ പിറന്ന ചില വ്യക്തികളെ തേടിയെത്തുകയും ആ ഒരു അവസരം നിങ്ങൾ പരമാവധി വിനിയോഗിക്കുന്നതിലൂടെ ചില പുതിയ സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യമായി വരുവാനും പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള കർമ്മമേഖലയിൽ ഒരു ഉന്നമനം പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ മാർച്ച് 21 ശനിയാഴ്ചയോടെ നിങ്ങളുടെ തലവര തെളിയുവാൻ പോവുകയാണ്. ഇനി ഇതുവരെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യങ്ങളിൽ മാത്രമല്ല, ഒരു പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന തുലാം രാശിക്കാർക്കും നിങ്ങളുടെ സ്വപ്നം പോലെ തന്നെ ആ ഒരു നേട്ടത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യം നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ സ്വപ്നത്തെ നേടിയെടുക്കുവാൻ കഴിയുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഇപ്പോഴുള്ള ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥയ്ക്കും ഒരു മാറ്റം സൃഷ്ടിക്കുവാനും തുലാം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് കഴിയും. ഏറ്റവും പ്രധാനമായി ഇന്ന് ഈ അധ്യായം കാണുന്ന തുലാം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളെ നല്ല രീതിയിൽ പരിചരിക്കണമെന്നും അവരുടെ സന്തോഷത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണമെന്നും വളരെയധികം ആഗ്രഹമുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അതിന് അനുവദിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ മാതാപിതാക്കളുടെ സന്തോഷത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാനും അവരെ നല്ല രീതിയിൽ പരിചരിക്കുവാനുള്ള യോഗവും നിങ്ങൾക്ക് ഉടനടി വന്നു ചേരും. ഇനി ഇതിൽ ചില തുലാം രാശിക്കാർക്ക് ഒട്ടനവധി മനസമാധാനക്കേട് അനുഭവിക്കേണ്ടി വരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതായത് എപ്പോഴും മാറി മാറി എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രതിസന്ധികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് നട്ടം തിരിഞ്ഞിരിക്കുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മാറ്റം ജീവിതത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഈ മാർച്ച് 21 ശനിയാഴ്ച. അന്നേ ദിവസം മാത്രമല്ല, അന്നു മുതൽ നിങ്ങൾക്കുണ്ടാകുന്ന മികച്ച ആരോഗ്യസ്ഥിതി മുന്നോട്ടുള്ള സമയങ്ങളിലും നിങ്ങൾക്ക് പോസിറ്റീവായി തന്നെ അനുഭവത്തിൽ വരും. ഒപ്പം തന്നെ ഈ ശിവയോഗം നിങ്ങളിൽ ഭാഗ്യമായി തെളിയുന്നതോടെ എന്തൊക്കെ തരത്തിലുള്ള ദുഃഖങ്ങളും പ്രതിസന്ധികളുമാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്നത് അതെല്ലാം അപ്രത്യക്ഷമാവുകയും ജീവിതം തന്നെ ഐശ്വര്യപൂർണമാവുകയും ചെയ്യുന്ന സമയമായിരിക്കും തുലാം രാശിക്കാർക്ക് വന്നു ചേരുന്നത്. ഇനി ഈ മാർച്ച് 21 ശനിയാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ശിവയോഗം കൊണ്ട് ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായതിൽ വെച്ച് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിക്കാരായിട്ടുള്ള ഇന്ന് ഈ അധ്യായം കാണുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പലരും ജീവിതത്തിൻ്റെ താളത്തിനനുസരിച്ച് അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. കാരണം നിങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടുന്ന കാര്യങ്ങൾക്കനുസരിച്ചോ നിങ്ങളുടെ തീരുമാനങ്ങൾക്കനുസരിച്ചോ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചോ ഒരു കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു നിവൃത്തിയുമില്ലാതെ
ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളെയും നിങ്ങൾ സഹിച്ചു മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല, ഇതിൽ പല മിഥുനം രാശിക്കാരും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിച്ചിട്ട് തന്നെ കാലങ്ങളായി. ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രതിസന്ധിയായി നിൽക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബത്തിലും ദാമ്പത്യ ജീവിതത്തിലും നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളുമാണ്. ഒപ്പം തന്നെ ഈ ദുരവസ്ഥകൾക്കൊക്കെ എന്നാണ് ഒരു അവസാനമുണ്ടാവുക എന്ന് ചിന്തിക്കുമ്പോൾ പലർക്കും അതിന് ഉത്തരമില്ല എന്നതാണ് സത്യം. എന്നാൽ അത്തരത്തിൽ മനസ്സിലുണ്ടായിരുന്ന പല ആഗ്രഹങ്ങളെയും നേടിയെടുക്കുവാൻ കഴിയാതെ ഒട്ടനവധി കാര്യതടസ്സങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ മാർച്ച് 21 ശനിയാഴ്ച തെളിയുന്ന ശിവയോഗം ഏറ്റവും പോസിറ്റീവായ ഫലങ്ങളാണ് നൽകുവാൻ പോകുന്നത്. ഇതിൽ ഒന്നാമതായി തന്നെ പറയേണ്ടത് ഈ ശിവയോഗം കൊണ്ട് മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കുടുംബങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്ന ചില മാറ്റങ്ങളെ പറ്റിയാണ്. അതായത് ഈ ശിവയോഗം നിങ്ങളിൽ തെളിയുന്നതോടെ മിഥുനം രാശിക്കാരുടെ കുടുംബ ബന്ധം വളരെ പോസിറ്റീവായ തരത്തിൽ ശക്തിപ്പെടുകയും ഇതുവരെ നിലനിന്നിരുന്ന കുടുംബ പ്രശ്നങ്ങൾ വരെ പരിഹരിക്കപ്പെടുകയും ചെയ്യും എന്നതാണ്. ഇതിൽ തന്നെ ചില മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഒരു കാരണവുമില്ലാതെ കുടുംബത്തിലുള്ള വ്യക്തികൾ തന്നെ നിങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഒരു ദുരവസ്ഥ അനുഭവിക്കേണ്ടി വന്നിരുന്നു. അതായത് നിങ്ങൾ ഒരു വിധത്തിലും ജീവിതത്തിൽ ഉയർച്ച നേടുന്നത് കാണുവാൻ ഇഷ്ടപ്പെടാത്ത ചില കുടുംബക്കാർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. എന്നാൽ അത്തരത്തിൽ കുടുംബത്തിലുള്ളവർ തന്നെ നിങ്ങളുടെ പതനം കാണുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല അനുഭവമല്ല. എന്നാൽ ഈ ശിവയോഗം നിങ്ങൾക്ക് സംരക്ഷണ കവചമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാർക്ക് ജീവിതത്തിൽ ഒട്ടനവധി ഉയർച്ചകൾ നേടുവാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടിൻ്റെ സന്തോഷം അധികരിക്കുന്ന തരത്തിലുള്ള പോസിറ്റീവായ അനുഭവം ഉണ്ടാകുവാനും പോവുകയാണ്. അതോടൊപ്പം തന്നെ മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിലും ഏറ്റവും സന്തോഷകരമായ ഒരു സമയമായിരിക്കും ഈ ശിവയോഗം കൊണ്ട് തെളിയുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ ചില മിഥുനം രാശിക്കാർക്ക് ഈ മാർച്ച് 21 ശനിയാഴ്ച ഭാഗ്യമുണ്ടാകും. ഇന്ന് ഈ അധ്യായം കാണുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾ സന്താനങ്ങളില്ലാത്തതിൻ്റെ പേരിൽ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ചില കുത്തുവാക്കുകൾ കേട്ട് ദുഃഖിക്കുകയും അതോടൊപ്പം തന്നെ സന്താന സൗഭാഗ്യത്തിനായി ഭഗവാന്റെ മുൻപിൽ കരയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒരു മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൽ പിറന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഒരു സൽസന്താന ഭാഗ്യം ഈ ശിവയോഗം കൊണ്ട് നിങ്ങൾക്കുണ്ടാകും. ഈ ഒരു സന്തോഷം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം വിലമതിക്കാനാകാത്ത ഒന്ന് തന്നെയായിരിക്കും. ഇതിനെല്ലാം പുറമെ സാമ്പത്തികമായും മിഥുനം രാശിക്കാർക്ക് ഈ ശിവയോഗം കൊണ്ട് വന്നു ചേരുവാൻ പോകുന്നത് ഒട്ടനവധി നേട്ടങ്ങളാണ്. അതായത് ഇന്നേ വരെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അധ്വാനിച്ചതൊന്നും സമ്പാദ്യമായി നിങ്ങളുടെ കയ്യിലില്ല. എന്നാൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ വരുമാനത്തിൽ ഒരു വർധനവുണ്ടാവുകയും സമ്പാദിക്കുന്ന പണം നിങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കുന്ന തരത്തിലുള്ള ശുഭകരമായ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, എന്തൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണോ നിങ്ങൾ തടസ്സങ്ങൾ അനുഭവിച്ചിരുന്നത്, ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാവുകയും ഈശ്വര കടാക്ഷം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയുവാൻ കഴിയുകയും ചെയ്യുന്ന സമയവും കൂടിയായിരിക്കും ഈ മാർച്ച് 21 ശനിയാഴ്ചയോടെ തെളിയുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രക്കാർക്കും ശിവയോഗം സിദ്ധിക്കുന്ന ഈ മാർച്ച് 21 ശനിയാഴ്ച എന്ന് പറയുന്നത് ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സമയത്തിന് തുടക്കം കുറിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും
നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.